അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് ഹോം തിയേറ്ററിൻ്റെ ഇതാണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഈ ടി വിയും ഇതും, അതായത് ഹോം തിയേറ്ററിനെ കമ്പൈൻ ചെയ്തൊരു ഹൈബ്രിഡ് പോലെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? നോർമൽ നമ്മൾ ഹോം തിയേറ്ററിൽ ചെയ്യുന്ന എക്സ്പെൻസ് തന്നെയാണോ, അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു ബഡ്ജറ്റിലേക്ക് പോകുന്നത്? നമ്മുടെ യൂസേജ് എന്താണ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞൊരു ഹൈബ്രിഡ് സെറ്റപ്പ്. നമ്മൾ നോർമലി ചെയ്യുന്ന ഡീറ്റെയിൽസിലെല്ലാം ഈ പറഞ്ഞ ഫിക്സഡ് ഫ്രെയിം സ്ക്രീൻ ആയിരിക്കും. അതൊരിക്കലും കസ്റ്റമർക്ക് ആക്സസ് ചെയ്ത് എടുത്ത് മാറ്റാനോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പല ബ്രാൻഡുകളിൽ പല സ്ക്രീനുകൾ അവൈലബിൾ ആണ്. അല്ലാതെ പുൾ ഡൗൺ സ്ക്രീൻസ് ഉണ്ട്, മോട്ടറൈസ്ഡ് ടാപ്പ് ടെൻഷൻ സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി കാണേണ്ട സമയത്ത് നമുക്ക് സ്ക്രീൻ എന്തായാലും ലിഫ്റ്റ് ചെയ്യാം. കാരണം ടി വിക്ക് ലൈഫ് സ്പാൻ കൂടുതലുണ്ട്, പ്രൊജക്ടർ അത് കുറവാണ്. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യകതയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഇതിപ്പോ കാറ്റ് പിടിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചാൽ സേഫ് എത്രത്തോളം സേഫ് ആയിരിക്കുമെന്ന്. ഇപ്പോൾ നോർമലി കാണുന്ന നമ്മൾ മാനുവൽ പുൾ ഡൗൺ സ്ക്രീൻസ് ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്ക്രീൻ നേരെ മുകളിലോട്ട് കയറിപ്പോയി. ടാപ്പ് ടെൻഷൻ സ്ക്രീൻസ് ഉണ്ട്, അതായത് സ്റ്റിഫായിട്ടിരിക്കും. നോർമലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിക്സഡ് ഫ്രെയിം വെക്കുമ്പോൾ അത്രയും ഫിക്സ്ഡ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും നമ്മളെന്തായാലും വെക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് തിയേറ്ററിലായിരിക്കും വെക്കുക. തിയേറ്ററിനകത്ത് അത് സേഫാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ്ലി കോസ്റ്റ് കൂടുതലാണ്, മോട്ടറിൻ്റെ കോസ്റ്റ് ആരോണായി വരുന്നത്. അപ്പോൾ അതെന്തായാലും വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് നമുക്കെപ്പോഴും നമ്മുടെ കസ്റ്റം സൊല്യൂഷൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കസ്റ്റമറിന് എന്താണ് പ്രിഫർ ചെയ്യുന്നത് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ.